ഇന്നില്ലേ ഇതിൻ്റെ ഉടനെ ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വാലേ നടന്നു പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ വേറെ എങ്ങോട്ടല്ല, നമ്മുടെ കനകക്കുന്നിലെ പ്രോഗ്രാമൊക്കെ കാണാൻ വേണ്ടി, വസന്തോത്സവം ലൈറ്റും കാര്യമൊക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 4 പേരിപ്പോൾ ഉണ്ട്, ഇനി അമ്മയും കൂടി ഇതിനാൽ ജോയിൻ ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നത് ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണേ. ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേദിവസമാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ദിവസം അന്നായിരുന്നു, അതുകൊണ്ട് ഞങ്ങളങ്ങനെ പോകാമെന്ന് വിചാരിച്ചേ. പിന്നെ ഞാനും കേശപ്പനും രജിസ്ട്രേഷനും കൂടി ഒന്ന് രാത്രിയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പം ഞങ്ങൾ ഒരിക്കൽ കണ്ടിട്ട് പിന്നെ ഇവരുടെ കൂട്ടത്തിലും കൂടെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ 2 പ്രാവശ്യം പോകാനൊന്നുമില്ല, എങ്കിലും അവരുടെ കൂടെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ നേരത്തെ വന്നിരുന്ന കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ലൈറ്റൊന്നും ഇവിടെ ഓൺ ആക്കിയിട്ടില്ലായിരുന്നേ. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ശരിക്കും ഞങ്ങൾ ടിക്കറ്റ് നമ്മൾ സെക്യൂരിറ്റിയുടെ കയ്യിലോട്ട് കൊടുത്തത് ലൈറ്റെല്ലാം ഓണായി കേട്ടോ. അപ്പം ഞാൻ പറയുമായിരുന്നു ഭയങ്കര ഭാഗ്യമായിപ്പോയി, അല്ലെങ്കിൽ പിന്നെ കുറേ ദൂരം നമ്മൾ നടന്നതിന് ശേഷമൊക്കെയല്ലേ ലൈറ്റ് ഇടുള്ളൂ. അപ്പോൾ തുടക്കം തൊട്ട് തന്നെ ലൈറ്റൊക്കെ ഇട്ട് കണ്ടു പോകാൻ പറ്റിയവർക്ക്. അങ്ങനെ ഞങ്ങളതേ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ. സത്യത്തിൽ ഒരു പ്രാവശ്യം പോകാനൊക്കെ ഉള്ളതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊക്കെ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എല്ലാം ഓരോന്നും ഒക്കെ നോക്കി കണ്ട്, പിന്നെ എല്ലാം കാണാനൊരു ഭംഗിയുണ്ടല്ലോ ഇങ്ങനെ വെച്ചിരിക്കുന്നതൊക്കെ കേട്ടോ. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫാമിലിയായിട്ടൊക്കെ പോയി കുറച്ച് സമയം എൻജോയ് ചെയ്യാം, അത് സത്യമായ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെടിയിലും പൂക്കളിലും ഒക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് വെറൈറ്റി ചെടി. ഇതിൻ്റെ ഇടയ്ക്ക് കോമഡി ഇതൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ പിന്നെ പറമ്പിലും കണ്ടത്തിലും തോട്ടിലും ഒക്കെ നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ ഈ ചെടിച്ചട്ടിയിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് കാണുമ്പോഴാണ് ഞങ്ങൾ പറയുന്നത്, അയ്യോ ദേ ഇത് നമ്മുടെ തോട്ടിൽ നിൽക്കുന്നില്ലേ, നമ്മുടെ പറമ്പിൽ നിൽക്കുന്നില്ലേ, അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, ഒരുപാട് ഈ സീനിയ അങ്ങനത്തെ ബോൾസം അങ്ങനത്തേതിൻ്റെയൊക്കെ പല കളറും വെറൈറ്റി ടൈപ്പിലെ ചെടികളൊക്കെയാണ് കേട്ടോ. അപ്പം എല്ലാം നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ. ഒരുപാട് ഞങ്ങൾ വിചാരിച്ച് തിരക്ക് കാണത്തില്ല, കാര്യം സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേദിവസമല്ലേ. അപ്പോൾ ഇനിയിപ്പം എല്ലാവരും എല്ലാം കണ്ടൊക്കെ കഴിഞ്ഞ് കാണും, അതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണത്തില്ലെന്ന് പ്രതീക്ഷിച്ച് വന്നത്. പക്ഷേ അല്ല, ഞായറാഴ്ചയും കൂടി ആയിരുന്നത് കൊണ്ട് നല്ല ആളുണ്ടായിരുന്നു. ഇത് തീരുന്നവരെയും എന്തായാലും തിരക്കുണ്ട് കേട്ടോ. നമ്മൾ ഓരോ ദിവസവും പ്രതീക്ഷിക്കും ഇന്ന് തിരക്ക് കാണത്തില്ല, അല്ലെങ്കിൽ നാളെ തിരക്ക്, അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല, തിരക്കുണ്ട്. എന്തായാലും പ്രോഗ്രാം തീരുന്നവരെയും തിരക്കുണ്ട്. പിന്നെ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം ഈ ചെടിയൊക്കെ ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും അറിയത്തില്ലേ. കണ്ടത്തില്ല, അടുക്കിയൊക്കെ വെച്ചിരിക്കുന്ന നല്ല ഭംഗിയാണ്. പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ നടന്ന് തളരുമ്പോഴത്തേക്കിന് അവിടെയൊക്കെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്കെടുത്ത് കുടിക്കാം കേട്ടോ. അപ്പം ഈ വസന്തോത്സവം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഫുഡ് കോർട്ടും അങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉള്ളതെല്ലാമേ. അപ്പം കേശപ്പൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വേറെങ്ങല്ല, അവന് കളിക്കാനുള്ള ഇടമെന്ന് പറയുമ്പോൾ ഇനി ഇതെല്ലാം തീർന്നതിന് ശേഷമാണ് അവൻ ആ ഒരു വെയിറ്റിങ്ങിലും, അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ അവന് കളിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവൻ ഈ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൂടെ വന്നപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ ആ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെയുള്ള പ്രതീക്ഷ ഇന്ന് സാലിമയുടെ കൂടെ വന്നുകൊണ്ട് സാലിമ ഇന്ന് അവിടെ എല്ലാത്തിലും കളിപ്പിക്കാൻ കയറ്റിക്കോളാം എന്നൊക്കെ വീട്ടിൽ നിന്നേ പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ എവിടെ പോകണമെങ്കിലും, ഇപ്പം ഞാനും ചിഞ്ചുവും കൂടി കേശപ്പനും കൂടെയാണ് പോകുന്നതെങ്കിലും, അല്ല ഞാനും അമ്മയും കേശപ്പനും കൂടെ പോകുന്നതെങ്കിൽ എൻ്റെ അടുത്ത് ഇവൻ ഒരു കാര്യങ്ങളും പറയത്തില്ല കേട്ടോ. അത് വേണോ ഇത് വേണമെന്നോ അല്ലെങ്കിൽ റെഡി ആക്കണം ഒരു കാര്യങ്ങളും എന്നോട് പറയാറില്ല. അവനാണെങ്കിൽ ഒന്നെങ്കിൽ അവൻ്റെ മമ്മിയുടെ അടുത്ത് അല്ലെങ്കിൽ ചിഞ്ചിൻ്റെ അടുത്തായിരിക്കും കൂടുതലും പറയുന്നത്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് വന്നപ്പോൾ തൊട്ട് അവൻ തന്നെ സാൽമയോട് പറയുന്നുണ്ട് ഇനിയും കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. പിന്നെ നമ്മളിതേ ഫുഡ് കോർട്ടിൻ്റെ ഒക്കെ അവിടെ എത്തിയിട്ട് ഞങ്ങളും ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഭയങ്കര റേറ്റാണ്, എല്ലാ സാധനത്തിനും അവിടെ ഭയങ്കര റേറ്റാണ് കേട്ടോ. നമ്മൾ പിന്നെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ. നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ തന്നെ വെള്ളം കുടിക്കാതിരിക്കാനും ചായ കഴിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചു. അത് കഴിഞ്ഞ് ചായ, കോളിഫ്ലവർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. കേശപ്പൻ്റെ റൈഡിലൊക്കെ കയറി കളിപ്പിക്കുന്ന സാധനത്തിനൊക്കെ കയറി കളിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നടന്ന് തളർന്നിറങ്ങിയെന്ന് ഇല്ലെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ ഇനി വീട്ടിലോട്ട്. കേശപ്പനൊരു മൂഡ് ഓഫ് ആയിട്ടുണ്ട്, വേറെ ഒന്നുമല്ല, ഇനിയിപ്പം നാളെ രാവിലെ സ്കൂളിൽ പോകണമല്ലോ, അതുകൊണ്ട് ഒരു വാടിത്തളർന്ന ഒരു ഇതിലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് നേരെ യൂബർ പിടിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.